ഹലോ എക്സാമിനറിൻ്റെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയമൊന്നുമില്ല. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, ഓൾസോ നിങ്ങളെ പോലെ തന്നെ എക്സാമിനറിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കഥ, ഒരു ചെറിയൊരു മോട്ടിവേഷണൽ ട്രൂ സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ വരികയാണ്. അപ്പം ആ ക്രിസ്മസ് എക്സാമിന് എന്തിനാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഒരിക്കലും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ഷീറ്റ് എവിടെയും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വരാൻ പോകുന്നില്ല, ആരും ചോദിക്കുക പോലും ഉണ്ടാവില്ല ഇപ്പോൾ, അല്ലേ? തൽക്കാലം ചിലപ്പോൾ പേരൻസ് ഒക്കെ ചോദിക്കുമായിരിക്കും 1-2 ദിവസത്തേക്ക്, പക്ഷേ അത് വലിയ സീരിയസ് ആയിട്ട് ആരും എടുക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ക്രിസ്മസ് എക്സാമിനെ ഒരു പബ്ലിക് എക്സാമിൻ്റെ സീരിയസ്നെസ്സോടെ തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. ക്രിസ്മസ് എക്സാമിന് ഒരു പകുതി സിലബസോ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ സിലബസോ എന്തായാലും ചോദിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പ്രഷർ ഉണ്ടാവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. ചെറുതായിട്ടാണെങ്കിലും പ്രഷർ ഇല്ലാണ്ട് നമ്മൾ ആരും കാര്യമായിട്ട് പഠിക്കില്ല, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ എന്തായാലും ഒരു ചെറിയ പ്രഷർ കിട്ടി. ഒന്ന് വിചാരിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാൽ ആ 7, 8 അല്ലെങ്കിൽ 9 എത്ര ചാപ്റ്റർ ആണോ ക്രിസ്മസ് എക്സാമിന് വരിക, അത്രയും ചാപ്റ്റർ നമുക്ക് സെറ്റാക്കാം. അത്രയും ചാപ്റ്റർ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം വരുമ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയാണോ? ശരിയാണ്. അല്ലെങ്കിൽ എത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ അതിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമായിരിക്കും. ഫുൾ ചാപ്റ്റേഴ്സ്, ഫുൾ സിലബസ്, എല്ലാ സബ്ജക്റ്റും അവസാനം പബ്ലിക് എക്സാമിന് സമയമാകുമ്പോൾ ടെൻഷനും സ്ട്രെസ്സും അതൊക്കെ വരാൻ കാരണം എന്താണ്? ആദ്യം മുതൽ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ള കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ക്രിസ്മസ് എക്സാമിന് ഒരു ടാർഗറ്റ് ആക്കി, ഒരു ചാലഞ്ച് ആക്കി എടുത്ത് നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് കിട്ടും, പേരൻസിൻ്റെ അടുത്തൊക്കെ പറയാം, ഒരു വിലയൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും, അപ്പോൾ എന്നെക്കൊണ്ട് ഈ പരിപാടി പറ്റും, ഫൈനൽ എക്സാമിന് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസ് എക്സാം ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുക, കാര്യമായിട്ട്, സീരിയസ് ആയിട്ട്. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല. ഇന്ന് മുതൽ ഒന്ന് തീരുമാനിക്കുക, ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ തകർത്തെഴുതും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തകർത്തെഴുതും, അത് തീരുമാനിക്കും. രണ്ടാമതായിട്ട് ഞാൻ നമ്മുടെ എക്സാമിനറിൽ 2 വർഷം മുൻപ് നമ്മുടെ എക്സാമിനറിൽ നിങ്ങളെപ്പോലെ നമ്മുടെ എക്സാമിനറുടെ ബാച്ചിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അയാൾ ആദ്യം എക്സാമിനറുടെ ബാച്ചിൽ ഇല്ലായിരുന്നു, പിന്നീട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ എക്സാമിനർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഓരോ മെൻഡിയിലൊക്കെ അയാൾ വരും, മെൻഡിയിൽ വരും, അതുപോലെ ലൈവ് ക്ലാസ്സിൽ വരും. അങ്ങനെ ഒരു ലൈവ് ക്ലാസ്സിൽ, അർച്ചന മിസ്സിൻ്റെ ലൈവ് ക്ലാസ്സിൽ അയാൾ ഇട്ട ഒരു കമൻ്റാണ്, എവിടെ പോയ സാധനം, മുബഷിർ CP. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, എനിക്ക് പറ്റൂല മിസ്സേ എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ബേസിക്കലി മിസ്സ് പറയുന്ന കാര്യങ്ങൾ അയാൾ ജീവിതത്തിൽ കേട്ടിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, അതേറ്റ കേൾക്കുന്നത്, ഒന്നും എന്നെ കൊണ്ട് പഠിച്ചാൽ തീരില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പല ലൈവിലും ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഇതേ കമൻറ്റ് പോലത്തെ കമൻറ്റ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, അതൊന്നും എനിക്ക് പറ്റും തോന്നുന്നില്ല, പരീക്ഷയിൽ മാർക്ക് വാങ്ങാനോ പാസ്സാവാനോ A+ വാങ്ങാനോ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരുടെയും പലരുടെയും പ്രശ്നം തന്നെ. ഇയാൾ വന്ന് ലൈവ് ചാനലിൽ ഇങ്ങനെ കമൻറ്റ് സ്പാമൊക്കെ അടിച്ചു വെക്കും. അപ്പോൾ നമ്മൾ പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ്, പെട്ടെന്നൊന്നുമല്ല, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ മെൻഡിയിലൊക്കെ നോക്കുമ്പോൾ 1st, 2nd, 3rd ലീഡർ ബോർഡിൽ എപ്പോഴും ഉണ്ടാവും. ഫസ്റ്റൊക്കെ ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം, 1 മൾട്ടിപ്പിൾ തവണയൊക്കെ നിങ്ങൾ കാണാം, മുബഷിർ CP എന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെൻഡിയിൽ ലീഡർ ബോർഡിലൊന്നും എവിടെയും ഇല്ലാത്ത ആൾ, താഴെ എവിടെയോ കിടന്ന ആൾ ഫസ്റ്റിലും ലീഡർ ബോർഡിൽ 3rd, 4th ഒക്കെ വരാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് അവസാനം പബ്ലിക് എക്സാം എഴുതി, +1 പബ്ലിക് എക്സാം എഴുതി. പബ്ലിക് എക്സാം റിസൾട്ട് വന്നു. 520ൽ 1 മാർക്ക് പോലും പോകാതെ കൃത്യം 520 തന്നെ വാങ്ങിച്ചെടുത്തു. ആര്? എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആൾ, മുബഷിർ CP. അവിടുന്ന് ആ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആ പോയിന്റ് മുതൽ ഈ പോയിന്റിലേക്കുള്ള ജേർണിയിൽ അയാൾ ആകെ ചെയ്തത്രയേ ഉള്ളൂ. അയാളുടെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. അയാൾ ആകെ ചെയ്തത്രയേ ഉള്ളൂ. യൂട്യൂബിലെ ക്ലാസ്സും അതുപോലെ എക്സാമിനറുടെ ബാച്ചിൻ്റെ ക്ലാസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത്ര ചെയ്തിട്ടുള്ളൂ. ക്ലാസ്സസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് വന്നു. കോൺഫിഡൻസ് വന്നപ്പോൾ കൂടുതൽ പഠിക്കാൻ തോന്നി. പഠിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇവിടെ വരെ എത്തി. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല നിങ്ങൾ എല്ലാവരും 520 വാങ്ങണം ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ഇദ്ദേഹം വിചാരിച്ച പോലെ അല്ലായിരുന്നു എന്നുള്ള കാര്യം പ്രൂവ് ആയില്ലേ. അയാളെ കൊണ്ട് പറ്റില്ല എന്നല്ലായിരുന്നു, പറ്റുമായിരുന്നു.
വിചാരിച്ചാൽ പറ്റുമായിരുന്നു. അതേപോലെയാണ് നിങ്ങളുടെ പലരുടെയും കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ. നിങ്ങൾ ഒന്ന് പരിശ്രമിച്ച് നോക്ക്, നിങ്ങളുടെ ശരിക്കത്തെ പൊട്ടൻഷ്യൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത്ര നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ എക്സാമിനർ ബാച്ചിലൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ബാച്ചിലെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഇനിയെങ്കിലും, ഇതുവരെ പോട്ടെ, ഇനിയെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഓരോ ക്ലാസ്സിനും കറക്റ്റ് വന്നിരിക്കുക. മടിയായിരിക്കും വന്നിരിക്കുക. യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ബാച്ചിലെയും കൂടി ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്, ഇനി മുതൽ ക്രിസ്മസ് എക്സാമിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാര്യമായിട്ട് അതിന് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക. ഓരോ ലൈവും ഓരോ വീഡിയോയും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിരുന്നേ പറ്റുള്ളൂ. ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്, ഇത് നിങ്ങൾ ചെയ്താൽ 100% നിങ്ങളുടെ സ്കോർ ഇപ്പോൾ ഉള്ളതിനേക്കാളും മിനിമം ഒരു 30% 40% ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി 85-90% വാങ്ങുന്ന ആളാണ്. നിങ്ങൾക്ക് 100% വാങ്ങിച്ചെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ ചാനലിനുണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ട വന്നിരുന്ന് ലൈവും വീഡിയോസും കാണാൻ മാത്രമേ ചെയ്യേണ്ടത്. അത്ര നിങ്ങൾ ചെയ്താൽ എവിടെയാണോ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹം അതിലേക്ക് എത്തിച്ചേരും. അത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യണം, ക്ലാസ് വന്നിരുന്ന് കാണണം. അപ്പോൾ ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ, ഈ വീഡിയോ ഇപ്പം എൻ്റെ ചെയ്യും, നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ, കമൻറ്റ് ബോക്സിൽ തരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പ്രോമിസ്, അതായത് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം വരെയുള്ള എല്ലാ വീഡിയോസും എല്ലാ ലൈവും ഞാൻ കാണും, ഞാൻ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടി ഓരോ ലൈവ് കഴിഞ്ഞിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഐ വാസ് ഹിയർ എന്ന് പറയും. എന്നാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, സർ ഐ വാസ് ഹിയർ. ഉറപ്പിച്ചോ, നിങ്ങൾ ഈ ഐ വാസ് ഹിയർ എന്ന് പറഞ്ഞ കോമഡി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇട്ട് അവസാനം റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഗ്യാരണ്ടി തരാണ്, നിങ്ങൾക്ക് എല്ലാ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ ഐ വാസ് ഹിയർ കമൻറ്റ് ഉണ്ടെങ്കിൽ 100% നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക്, നിങ്ങളുടെ ടാർഗറ്റ് റിസൾട്ട് എത്രയാണോ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അതിലൊരു കോംപ്രമൈസും ഇല്ല. 100% ആണ് 100%, 90% ആണ് 90%, 95 ആണ് 95, 98 ആണ് 98, എത്രയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേർക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യം ചെയ്യണം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ക്രിസ്മസ് എക്സാമിനെ നേരിടാനും? ഓൾസോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങളെ ശരിക്കത്തെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാനും അത് മാനിഫെസ്റ്റ് ചെയ്യാനും ആക്ച്വലി പുറത്ത് കൊണ്ടുവരാനും നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഓൾസോ വാസ് ഹിയർ.